വകുപ്പിനും അതാത് ഗ്രാവിറ്റി പ്രകാരമാണ് ജാമ്യം കൊടുക്കുന്നത്. ഇപ്പോൾ 307 എന്ന് പറയുന്ന വകുപ്പിന് 308 എന്ന് പറയുന്ന രണ്ടും വധശ്രമമാണ്. 307 വധശ്രമമാണ്, 308 വധശ്രമമാണ്. 307ൻ്റെ പ്രത്യേകത അപ്രതീക്ഷ. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു, പെട്ടെന്ന് നമുക്ക് ദേഷ്യം വന്നു, ഞാൻ നിന്നെ അടിച്ചു, കൊല്ലണമെന്ന് ഉദ്ദേശം അടിച്ചൊന്നും അല്ല, പക്ഷേ ആ അടിയിൽ നിനക്ക് മരണകാരണമായിട്ട് അപകടം സംഭവിച്ചാൽ 308 ആയിരിക്കും ചുമത്തുക. 307 എന്ന് പറയുമ്പോൾ കരുതിക്കൂട്ടി നീ പോകുന്ന വഴിയിലെല്ലാം ഞാൻ പാത്തു നിന്ന് നിന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ചുകൂടെ ഗ്രാവിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മളൊരാളെ അടിച്ചു എന്ന് പറഞ്ഞാൽ കൈ കൊണ്ടാണോ അടിച്ചത്, വടി കൊണ്ടാണോ അടിച്ചത്, കമ്പി കൊണ്ടാണോ അടിച്ചത്. അപ്പോൾ നിയമം ഓരോ വകുപ്പുകളും ഇട്ടേക്കുന്നത് ആ വകുപ്പിന് കൊടുക്കുന്ന ഒരു ഗ്രാവിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഹർട്ട്, ഗ്രീവിയസ് ഹർട്ട് എന്നൊക്കെ പറഞ്ഞ വകുപ്പുകളെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം എല്ലാ കേസിലും ഉണ്ട്. ബലാത്സംഗം, കൂട്ടബലാത്സംഗം ചുമത്തി കഴിഞ്ഞാൽ 20 വർഷത്തിന് മുകളിൽ ശിക്ഷിക്കാവുന്ന വകുപ്പാണ്. ആ വകുപ്പാണ് ദിലീപിൻ്റെ മുകളിലേക്ക് ചുമത്തിയത്. എന്തായാലും ദിലീപ് കൂട്ടബലാത്സംഗം ചെയ്തില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അയാൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചനയായിരുന്നു ചുമത്തേണ്ടിയിരുന്നത്. പക്ഷേ വകുപ്പ് ഇതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്ത വകുപ്പിൻ്റെ ഗ്രാവിറ്റി അതാണ്. മിനിമം അത്രയും ദിവസം കഴിഞ്ഞാൽ കോടതി ആ കേസ് പരിഗണിക്കൂ. അതുകൊണ്ടാണ് അയാൾക്ക് അത്രയും കാലം ജയിലിൽ കിടക്കേണ്ടി വന്നത്. പിന്നീട് അതിൽ തെളിയിക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് അയാളെ അന്ന് ജാമ്യം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പം നമ്മൾ ജയിലിലിട്ടു. അല്ല, അതിപ്പം നമ്മുടെ നമ്പിനാരായണൻ കേസിൽ അദ്ദേഹം ഒരുപാട് വർഷക്കാലം ജയിലിൽ കിടന്നാ. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നിയമ സംവിധാനങ്ങളിൽ പഴുതടച്ചിട്ടുണ്ടാവണം. അതാ പറഞ്ഞില്ല, ഇപ്പോൾ 1000 അപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്.